IFPHന്റെ 2060 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ ധന്യ പ്രിൻസ്, BHMS, MSc, CFT, ഡിപ്ലോമ യോഗിക് സയൻസ്, ചീഫ് ഫിസിഷ്യൻ, കെയർ ആൻഡ് ക്യൂർ ഹോമിയോപ്പതി ക്ലിനിക്, തൃക്കൊടിത്താനം, ചങ്ങനാശ്ശേരി ആൻഡ് ജീവ സൈക്കോതെറാപ്പി സെന്റർ, കോട്ടയം. 13 വർഷത്തിലധികം ചികിത്സാ പരിചയം, ധാരാളം ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തിട്ടുള്ള വ്യക്തിത്വം. ലഹരി വിമുക്തിക്ക് ഹോമിയോപ്പതിയുടെ സാധ്യതകൾ, ഡി അഡിഷൻ ആൻഡ് ഹോമിയോപ്പതിക് മാനേജ്മെന്റ് എന്നീ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് ധന്യ പ്രിൻസ് ഡോക്ടറെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാലോ? നല്ലപോലെ കേൾക്കാം. അപ്പോ ഇന്നത്തെ ഈ ഒരു ഞാൻ എടുക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് ഡിപ്പെൻഡൻസി എന്നാണ്. ഡി അഡിക്ഷൻ. നമ്മൾ ആൽക്കഹോളിസവും ഡ്രഗ് ഡിപ്പെൻഡൻസി വരുമ്പോഴത്തേനും നമുക്ക് എങ്ങനെയൊക്കെ അത് ഹോമിയോപ്പതിക് മെഡിസിൻസ് യൂസ് ചെയ്തിട്ട് മാനേജ് ചെയ്യാം, ഏതൊക്കെ ടൈപ്പ് കേസസ് വന്നാലാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ആൽക്കഹോളിസം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പല ടൈപ്പ് ഓഫ് ആൽക്കഹോളിസം ഉണ്ട് അല്ലേ? വല്ലപ്പോഴും ഡ്രിങ്ക്സ് കഴിക്കുന്ന ആൾക്കാർ, ഒക്കേഷണൽ ഡ്രിങ്കേഴ്സ് ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേനും ഒത്തിരി നന്നായിട്ട് ആൽക്കഹോൾ അഡിക്റ്റ് ആയിട്ട് വീട്ടിൽ സമാധാനം ഇല്ല, സോഷ്യലി ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നു, ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഒക്കെ കാണിക്കുന്നു. അങ്ങനെ ഒരു ടൈപ്പ് ആൽക്കഹോളിസവും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിസം എന്ന് പറയുന്നത് എങ്ങനെ, ഏത് ടൈപ്പിൽ, ഏത് കാറ്റഗറിയിലാണ് നമ്മൾ കാണേണ്ടതെന്നാണ്. അപ്പോൾ ശരിക്കും ആൽക്കഹോളിസം എന്ന് പറഞ്ഞാൽ ഒരു സൈക്കാട്രിക് ഡിസോർഡർ ആണ്. പിന്നെ ഈ ആൽക്കഹോളിസം ഒരു വ്യക്തിയിൽ മാത്രം അല്ല ഒതുങ്ങി നിൽക്കുന്നത്. ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാള് ക്രിയേറ്റ് ചെയ്യുന്ന ഇഷ്യൂസ് പലതരത്തിലും സോഷ്യലി അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഫാമിലിയിൽ തന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സോഷ്യലി അവന്റെ ചുറ്റുപാടുകളിലും, ആൽക്കഹോളിക്സിന്റെ ചുറ്റുപാടുകളിലും ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിതിനെ ശരിക്കും മയാസ്മാറ്റിക് ആയിട്ടും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുമാണ് ഈ കേസുകൾ മാനേജ് ചെയ്യുക. ആൽക്കഹോളിക്സ് ആൻഡ് ഡ്രഗ് ഡിപ്പെൻഡൻസി വരുന്ന കേസുകൾ നമ്മൾ മാനേജ് ചെയ്യുക. സൈക്യാട്രിക് ക്ലാസിഫിക്കേഷൻ എടുക്കുമ്പോഴത്തേനും ന്യൂറോസിസ് കണ്ടീഷൻ വരുന്നത് സോറിക് മയാസത്തിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. സൈക്കോസിസ് വരുമ്പോഴത്തേനും, സൈക്കോസിസ് റിലേറ്റഡ് സിംറ്റംസ് കാണിക്കുമ്പോഴത്തേനും നമ്മൾ സൈക്കോസിസ് കാറ്റഗറിയിൽ വരുത്തുന്നുണ്ട്, മയാസ്മാറ്റിക് ബേസിസ് നോക്കുമ്പോഴത്തേനും. പിന്നെ ബിഹേവിയറൽ അബ്നോർമാലിറ്റീസ് വരുമ്പോഴത്തേനും അത് ട്യൂബർക്കുലാർ മയാസത്തിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് ഡിപ്പെൻഡൻസി കോമൺ ആയിട്ട് ഒരു സിഫിലിറ്റിക് മയാസത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ശരിക്കും ഇത് വൺ ഓഫ് ദി വേർസ്റ്റ് ഫോം ഓഫ് സൈക്കാട്രിക് ഡിസോർഡർ തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചതുപോലെ ശരിക്കും ഇതിന്റെ ഒരു കാറ്റഗറൈസ് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് കാറ്റഗറി സിമ്പിൾ ആൽക്കഹോളിക്സ് ആണ്. സിമ്പിൾ ആൽക്കഹോളിക്സിനെ നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? അവര് വരുമ്പോൾ ഒന്നുകിൽ അവര് ഡയറക്റ്റ് തന്നെ ആയിരിക്കും ക്ലിനിക്കിൽ വരിക. അപ്പൊ അവര് ട്രീറ്റ്മെന്റ് എടുക്കാൻ റെഡി ആയിരിക്കും. അത് മാത്രമല്ല, അവര് ഇതിന്റെ ഇപ്പോൾ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബാഡ് എഫക്ട്സിനെ കുറിച്ചൊക്കെ അവര് അവെയർ ആയിരിക്കും. പിന്നെ അവർക്ക് കുറച്ച് ലോങ് ടേമിൽ ഒരു ബ്രേക്ക് എടുക്കാനൊന്നും അവർക്ക് മടിയുണ്ടാവില്ല, സിമ്പിൾ ആൽക്കഹോളിക്സ് ആണെങ്കിൽ. അതായത് അവർക്ക് എപ്പോൾ വേണേലും അവർക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരിക്കും, അവർക്ക് പറ്റുകയും ചെയ്യും. പിന്നെ ഇവർക്കൊക്കെ നമ്മൾ ശരിക്കും ഒരു കൗൺസിലിംഗ് സെഷൻസ് കൊണ്ടും പിന്നെ വളരെ സിംപ്ലി നമുക്ക് നമ്മുടെ മെഡിസിൻസ് കൊണ്ടുകൂടെ ഇവരുടെ ഒരു അഡിക്ഷൻ മാറ്റിയെടുക്കാൻ പറ്റും, സിമ്പിൾ ആൽക്കഹോളിക്സിനാണെങ്കിൽ. അഗാരിക്കസും റാനൻകുലസ് ബൾബോസയാണ് മെയിനായിട്ട് സിമ്പിൾ ആൽക്കഹോളിക്സിന് നമ്മൾ കൊടുക്കുന്നത് മെഡിസിൻ.
ഇനി ആൽക്കഹോളിസം വിത്ത് സൈക്കാട്രിക് ഡിസോർഡേഴ്സും ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേനും ഇവരെ നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? ഇവരെ മാനേജ് ചെയ്യാൻ തന്നെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് മാത്രമല്ല, ഇവര് ആൽക്കഹോളിക്സ് ആണ് അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്ഷൻ ഇവർക്കുണ്ട് എന്നുള്ളത് ഒരിക്കലും ഇവര് അക്സെപ്റ്റ് ചെയ്യില്ല. അവരത് ഒരിക്കലും അഡ്മിറ്റ് ചെയ്യാൻ റെഡി ആവത്തില്ല. പിന്നെ ഇവർക്ക് കൗൺസിലിംഗ് കൊണ്ട് മാത്രം, നമുക്ക് സിമ്പിൾ ആൽക്കഹോളിക്സിനാണെങ്കിൽ ഒരു പക്ഷേ മെഡിസിൻ ഇല്ലാതെ കൗൺസിലിംഗ് കൊണ്ട് മാത്രം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ആൽക്കഹോളിസം വിത്ത് സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ആകുമ്പോഴത്തേനും അവരെ ഒരിക്കലും ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു തെറാപ്പി സെഷൻസ് കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവർക്ക് നമുക്ക് അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ CRS, നമ്മുടെ കുറിച്ചിയിലൊക്കെ ഇതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, കുറിച്ചി ഹോസ്പിറ്റലിലൊക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു ടൈപ്പ് ഒരു ട്രീറ്റ്മെന്റ് ബേസിസിൽ നമുക്ക് ഇവർക്ക് മെഡിസിൻസ് കൊടുക്കാൻ പറ്റും, നമുക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇവർക്ക് മെയിൻ ആയിട്ട് ആന്റിസൈക്കോട്ടിക് റെമഡീസ് ആണ് യൂസ് ചെയ്യുന്നത്. സൈക്കോസിസ് ആണ് മയാസം വരുന്നത്. ഇനി ആൽക്കഹോളിസം വിത്ത് ബിഹേവിയറൽ ഡിസോർഡേഴ്സ്. ആൽക്കഹോളിസവും ആൽക്കഹോളിക്സ് ആയിട്ടുള്ളവരിൽ കുറച്ച് ഒരു ഒരു നിശ്ചിത സമയം കഴിയുമ്പോഴത്തേനും അവരിൽ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഉറപ്പായിട്ടും ഡെവലപ്പ് ആകും. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇവരുടെ എല്ലാ സ്വഭാവങ്ങളും ഒരു സ്വഭാവത്തിന്റെ ഒരു മറയായിട്ട് ആൽക്കഹോളിസം നിൽക്കും. അതായത് മറ്റുള്ളവരെ കൊണ്ട് പറയും, അവര് കുടിക്കുന്ന ആളല്ലേ അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അല്ലേ, അപ്പൊ അതുകൊണ്ട് കാണിക്കുന്നതായിരിക്കും എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കും ഇവരുടെ എല്ലാ ഒരു ക്യാരക്ടറിൽ വരുന്ന ഇഷ്യൂസും നമ്മൾ ഒരു മറയായിട്ട് നിൽക്കുന്നത്. അപ്പൊ അവര് നോക്കുമ്പോഴത്തേനാ എനിക്ക് മിസ്റ്റേക്ക് ഒന്നും ഇല്ല, വേറെന്തോ ഞാൻ കുടിക്കുന്നത് കൊണ്ട് ഈ ഒരു സ്വഭാവ പ്രശ്നങ്ങളൊക്കെ എന്നിൽ ഉണ്ടാവുന്നു അല്ലെങ്കിൽ കാണിക്കുന്നു, അത് മറ്റുള്ളവർക്ക് അതുകൊണ്ട് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇവര് ചിന്തിക്കത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ളവരിൽ ഒരു പരിധി വരെ കൗൺസിലിംഗ് എഫക്റ്റീവ് ആയിരിക്കും. പ്ലസ് ആന്റി ട്യൂബർക്കുലർ റെമഡീസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇവരിൽ ഈ ബിഹേവിയറൽ ഡിസോർഡേഴ്സിന് മാത്രമായിട്ടാണ് ഈ ആന്റി ട്യൂബർക്കുലർ റെമഡീസ് വർക്ക് ചെയ്യുന്നത്. പ്ലസ് നമ്മൾ ആൽക്കഹോളിക് അഡിക്ഷൻ കുറയാനുള്ള മെഡിസിൻസ് കൂടെ ഇതിൽ ഉപയോഗിക്കും. ശരിക്കും നമ്മൾ ആൽക്കഹോളിസം വിത്ത് ബിഹേവിയറൽ ഡിസോർഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആൽക്കഹോളിസത്തിൽ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് വരുന്ന ഒരു ടൈപ്പ്, എങ്ങനെയൊക്കെ ആ ഒരു ബിഹേവിയറൽ ഡിസോർഡേഴ്സിന്റെ പാറ്റേൺ വരുന്നുണ്ടെന്ന് നോക്കാം. ആൽക്കഹോളിസം ഫ്രം ഗ്രീഫിൽ നിന്നുണ്ടാവുന്ന ആൽക്കഹോളിസം. ചിലർക്ക് ഒത്തിരി ടെൻഷൻ അല്ലെങ്കിൽ ഇതൊരു റീസൺ ആയിട്ട് പയ്യെ ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് തുടങ്ങുന്നവരായിരിക്കും. അവർക്ക് കോസ്റ്റിക്കം എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ആൽക്കഹോളിസം ഡ്യൂ ടു എൻവൈറ്റ് ടീഡിയം, അതായത് ഒത്തിരി എന്ത് ചെയ്താലും അതിലൊക്കെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉള്ള ആൾക്കാർ, എല്ലാത്തിലും ഒരു ഇന്റൻസ് ആയിട്ട് ബോർഡമാണ് അവർക്ക്. എന്ത് ചെയ്താലും അവർക്ക് ബോറടിക്കുക, അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, എല്ലാത്തിൽ നിന്നുള്ള ഒരു വിഡ്രോവൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു ടൈപ്പ്, ഇങ്ങനെയുള്ള ഒരു റീസൺ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു റീസൺ കാരണം ആൽക്കഹോൾ അഡിക്ഷൻ ഉണ്ടാകുന്നവർക്ക് കൊടുക്കുന്ന മെഡിസിൻസ് ആണ്. നമുക്ക് ലാക്ടസിസ് കൊടുക്കാം, പിന്നെ നക്സോമിക്ക എഫക്റ്റീവ് ആണ്. ഇനി ഡ്യൂ ടു ഹൈപ്പോകോൺട്രിയാസിസ് പ്ലസ് ഇറിറ്റബിലിറ്റി, ഇങ്ങനെയുള്ള കേസുകളിൽ നക്സോമിക്ക വളരെ എഫക്റ്റീവ് ആണ്. അപ്പൊ ഈ നക്സോമിക്ക 200 മുതൽ നമുക്ക് കൊടുക്കാം. ആണ് അത്യാവശ്യം ആൽക്കഹോളിക്സ്, അതായത് ഒരു ബിഹേവിയറൽ പാറ്റേൺ ഒക്കെ, ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഒക്കെ കാണിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് നക്സോമിക്ക 1 ആണ് എഫക്റ്റീവ് ആയിട്ടുള്ളത്. ഡ്യൂ ടു ഷൈനസ് കൊണ്ട് ആൽക്കഹോൾ അഡിക്ഷൻ, ആൽക്കഹോളിസത്തിലേക്ക് നീങ്ങുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസ് ആണ് മെക്സോള്, മെഡോറിന. പിന്നെ ചില ആൾക്കാരുണ്ടല്ലോ, ഇവരുടെ ക്യാരക്ടർ തന്നെ വീക്ക് ആയിരിക്കും, എല്ലാത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കുക, അതായത് ഒന്നും റിയാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ടൈപ്പ്. അവരുടെ ഒരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പോലും റിയാക്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ഒരു സ്വഭാവത്തിലെ വീക്ക്നെസ് കാരണം ആൽക്കഹോളിസത്തിലേക്ക് പോകുന്നവരുണ്ട്. അവർക്ക് കൊടുക്കുന്ന മെഡിസിൻസ് ആണ് നമുക്ക് പൾസാറ്റില 1 കൊടുക്കാൻ പറ്റും,
പെട്രോളിയം 200, പിന്നെ ആൾസ് ആൽബം 1, ആൾസനിക് ആൽബം 1. പിന്നെ ചില കാറ്റഗറി ആൾക്കാരുണ്ട്, ഒരു എക്സൈറ്റ്മെന്റ്, അതായത് ഒരു എക്സൈറ്റ്മെന്റ് കിട്ടണം, അല്ലെങ്കിൽ ഒരു സന്തോഷം, ഒരു ടെമ്പററി ഹാപ്പിനെസ് ആണെങ്കിലും കിട്ടണം എന്നുള്ള ഒരു ബേസിസിൽ ഡ്രിങ്ക്സ് എടുക്കുന്നവരുണ്ട്. അവർക്ക് സിങ്കം മെറ്റ് വളരെ എഫക്റ്റീവ് ആണ്. ഈ 1 എന്ന് പറഞ്ഞേക്കുന്നെങ്കിലും 200 മുതൽ സിങ്കം മെറ്റും എഫക്റ്റീവ് ആണ് കേട്ടോ. ഇനി ഇതിനകത്ത് നമ്മൾ ആൽക്കഹോളിസം വിത്ത് വിഡ്രോവൽ സിംറ്റംസ് വരും. നമുക്ക് ഈ വിഡ്രോവൽ സിംറ്റംസ് കൂടെ വരുന്ന കേസുകളിൽ നമുക്ക് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ് ആണ്. അതായത് ഒരു 5 സ്പെസിഫിക് റെമഡീസ് ഉണ്ട്. അത് മെന്റൽ സിംറ്റം ഒരു 5 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ ഫിസിക്കൽ സിംറ്റംസിലും നമ്മൾ ഒരു 5 കാറ്റഗറി ആയിട്ട്, നമ്മൾ ഫിസിക്കൽ സിംറ്റംസ്, വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്ന പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസും, മെന്റൽ സിംറ്റംസ് കുറച്ച് പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന കേസസിന് കൊടുക്കാൻ പറ്റുന്ന മെഡിസിൻസും. ഇതിനകത്ത് ഫിസിക്കൽ കാറ്റഗറിയിൽ വരുന്നത് നക്സോമിക്ക, സ്ട്രമോണിയം, ക്വേർക്കസ് സ്പിരിറ്റസ്, അത് ടിഞ്ചർ ആണ്, ഓപ്പിയം, ഹെപ്പാസൾഫർ. ഇതിനകത്ത് ഈ നക്സോമിക്ക 1 ശരിക്കും നമ്മളൊരു പ്രൈമറി ഡീടോക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രമോണിയം നമ്മുടെ ഫിസിക്കൽ സിംറ്റംസിൽ വരുന്നത് ട്രമേഴ്സ് ആൻഡ് ഡെലീരിയം ആണ്. വിഡ്രോവൽ സിംറ്റംസ് ആയിട്ട് ട്രമേഴ്സും ഒരു ഡെലീരിയൽ കണ്ടീഷനൊക്കെ കാണിക്കുന്നവർക്ക് സ്ട്രമോണിയം വളരെ എഫക്റ്റീവ് ആണ്. പിന്നെ ഈ കോക്കസ് സ്പിരിറ്റസ് എന്ന് പറഞ്ഞൊരു ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ടാണ് ഇവർക്കൊരു വിഡ്രോവൽ സിംറ്റംസ് പോലെ കാണിക്കുന്നത്. അതായത് ഇവർക്ക് അധികം ആൽക്കഹോള് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഓപ്പിയം കൊടുക്കുന്നത് ഒരു വൈറ്റാലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഹെപ്പാസൾഫ് ഡിസ്ട്രക്ട് ചെയ്യുന്ന ചില ആൾക്കാർ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ട്രിഗർ കിട്ടുവാണെങ്കിൽ സാധനങ്ങൾ വലിച്ചെറിയുക, എല്ലാ സാധനങ്ങളും നശിപ്പിക്കുക, വലിച്ചെറിയുക മാത്രമല്ല ശരിക്കും നശിപ്പിക്കുക എന്നുള്ളൊരു മെന്റാലിറ്റിയോട് കൂടി റിയാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ഹെപ്പാസൾഫ് കൊടുക്കാൻ പറ്റും. ഇനി ഇതിനകത്ത് മെന്റൽ സിംറ്റംസ് വരുന്നത് സ്ട്രമോണിയം അതിലും ഉണ്ട്. ഫിസിക്കൽ സിംറ്റംസിനകത്തും വരുന്നുണ്ട്, സ്ട്രമോണിയവും മെന്റൽ സിംറ്റംസിനകത്ത് വരുന്നുണ്ട്. സ്ട്രമോണിയം 200, അത് ഡെലീരിയം, ട്രമൻസ്, വയലൻസ് ഒക്കെ കാണിക്കുമ്പോഴത്തേനും കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മെഡോറിനം, സൈക്കോസിസ് ഇൻ ആൽക്കഹോളിസം എന്ന് പറയും മെഡോറിനം. പിന്നെ സ്റ്റാഫിസ് കൊടുക്കാം. സ്റ്റാഫിസ് നമുക്കറിയാലോ, ഒരു സപ്രസ്ഡ് ഇമോഷൻസും ഇൻഡിഗ്നേഷനും ഒക്കെ ഉള്ള ആൾക്കാർക്ക് സ്റ്റാഫിസ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ സെപ്പിയ ഒരു ഡിപ്രസീവ് ആയിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് സെപ്പിയ വളരെ എഫക്റ്റീവ് ആണ്, സെപ്പിയ 1 എന്ന്. പിന്നെ ആൻസൈറ്റി ആൻഡ് റെസ്റ്റ്ലെസ്നെസ് നമുക്ക് ആർസനിക് ആൽബം 0/3 മുതൽ ആർസനിക് ആൽബം നമുക്ക് ആൽക്കഹോളിസത്തിലും യൂസ് ചെയ്യാൻ പറ്റും. 1 നമുക്ക് കുറച്ച് 0/3, 30, 200, 1 അങ്ങനെയാണ് ആർസനിക് ആൽബം ആൽക്കഹോളിസത്തിൽ പോവുക. സ്ട്രമോണിയത്തിന്റെ ഒരു സ്പെഷ്യൽ ഒരു സ്പെസിഫിക് ഇൻഡിക്കേഷൻ ആണ് ട്രെംബ്ലിംഗ് ഓഫ് ഹാൻഡ്സ്. ആൽക്കഹോളിക്സ് വിത്ത് ട്രെംബ്ലിംഗ് ഓഫ് ഹാൻഡ്സ് വിഡ്രോവൽ സിംറ്റംസിൽ കാണിക്കുന്നത്. അല്ലാത്ത കേസുകളിൽ തന്നെ ട്രെംബ്ലിംഗ് ഓഫ് ഹാൻഡ്സ് ഉണ്ടെങ്കിൽ ആൽക്കഹോളിക്സിൽ നമുക്ക് സ്ട്രമോണിയം കൊടുക്കാൻ പറ്റും. വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് അതിന്റെ ഒരു ഡിപ്പെൻഡൻസി കുറച്ച് കൊണ്ടുവരാനും പറ്റും. അതുപോലെ തന്നെ ഈ ആൽക്കഹോളിക്സത്തില് റെഡ്നെസ് ഓഫ് ഫേസ്, ഇവർ ഡ്രിങ്ക്സ് കഴിക്കുമ്പോഴൊക്കെ ഫേസ് കുറച്ച് റെഡ് ആയിട്ടൊക്കെ വരുന്ന റെഡ്നെസ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഒറിജിനൽ കളർ മാറി കുറച്ച് പഫി ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് കാലിബ്രോം എഫക്റ്റീവ് ആണ്. സ്ലീപ്ലെസ്നെസ് കൂടെ ഉണ്ടെങ്കിൽ സിൻസിഫ്യൂഗ കൊടുക്കാൻ പറ്റും. എപ്പോമോഫിയ 6X, കാലിഫോ 6X. പിന്നെ ബോഡി പെയിൻ ഉണ്ടെങ്കിൽ റാനൻഗുലസ് ബൾബോസ എഫക്റ്റീവ് ആണ്. പിന്നെ വിഡ്രോവൽ സിംറ്റംസ് ആയിട്ട് ഹെഡ് ഏക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ റൂട്ടായും ലാക്കസിസും എഫക്റ്റീവ് ആണ്. ഇത് ഇൻഡിക്കേറ്റഡ് മെഡിസിൻസ് ആണ്. ഇനി അടുത്തത് നമുക്ക് മൈൽഡ് വിഡ്രോവൽ സിംറ്റംസ് വിത്ത് ഹൈപ്പർ ആക്ടിവിറ്റി. സൈപ്രിപീഡിയം 200.
അപ്പൊ ഇത്രയും മെഡിസിൻസ് കൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം കേസസ് ആൽക്കഹോളിക്സിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു വിഭാഗം കേസസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇവർക്ക് വേണ്ടിയ അത്യാവശ്യം ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നമ്മൾ ആൽക്കഹോളിക്സ് ആണ്, മെഡിസിൻ എടുക്കാൻ വില്ലിങ് ആണ്, ഇൻ കേസ് അല്ലാതെ വീട്ടുകാരായിരിക്കും ചിലപ്പോൾ ഇവര് പേഷ്യൻസ് ഇല്ലാതെ വരുന്നവരുണ്ടാവും, വീട്ടുകാരായിരിക്കും വന്ന് പറയുക ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻസ് ആണ്. അവർക്ക് നമുക്ക് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുടെ ലിവർ കണ്ടീഷൻസും ഒക്കെ ഒന്ന് നമുക്ക് അവരുടെ ഹെൽത്ത് എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അത്യാവശ്യം വേണ്ട ബ്ലഡ് ടെസ്റ്റ് ആണ് SGOT, SGPT, ALP, GGT, സിറം ഫെറിറ്റിൻ, പിന്നെ സിറം ക്രിയാറ്റിനിൻ, സിറം യൂറിക് ആസിഡ്, ഇത്രയും നമ്മൾ ചെയ്തിരിക്കേണ്ടതാണ്. ഇനി ആൽക്കഹോളിസം വിത്ത് സിറോസിസ് ഓർ എൻസെഫലോപ്പതി ആയിട്ട് വരുന്ന കണ്ടീഷൻസിൽ നമുക്ക് ശരിക്കും ഒരു ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് ആണ് അതിൽ എഫക്റ്റീവ് ആയിട്ടുണ്ടാകുക. പിന്നെ ഇതിനകത്തും നമ്മൾ ഇത്രയും അത്യാവശ്യം വേണ്ടിയ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക. പിന്നെ നമ്മൾ ഒരു മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ഹോമിയോപ്പതിയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത്, നമുക്കൊരു എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ബൈസ്റ്റാൻഡറെ ഒന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഡീപാക്റ്റിംഗ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് നമ്മൾ സ്പെസിഫിക് റെമഡി എന്നുള്ളതിൽ അപ്പുറം ഇതിനകത്ത് ഇങ്ങനെ കേസസ് വരുമ്പോഴത്തേനും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് ആണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. ഇനി ആൽക്കഹോളിസം വിത്ത് ഡ്രഗ് ഡിപ്പെൻഡൻസി ആയിട്ട് വരുന്ന കേസുകൾ ഹൈലി ഡേഞ്ചറസ് ആണ്, നമുക്ക് മാനേജ് ചെയ്യാനും ഡിഫിക്കൽട്ട് ആണ്. ശരിക്കും നമ്മുടെ ഒരു പ്രൈമറി ഫോക്കസ് ഡ്രഗ് ഡിപ്പെൻഡൻസി ആയിരിക്കും, ഒൺലി ആസ് പ്രൈമറി ഫോക്കസ് അഡ്മിഷൻ ആണ്. ഇങ്ങനെയുള്ള കേസുകൾ മാക്സിമം നമുക്ക് ചികിത്സിക്കാനുള്ള സൗകര്യമുള്ള ഹോസ്പിറ്റൽ, നമ്മുടെ തന്നെ ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിൽ CRIH പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് റെഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിനകത്ത് ശരിക്കും ഒരു ടീം വർക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇങ്ങനെ വരുന്നത്, അതായത് ആൽക്കഹോളിസം വിത്ത് ഡ്രഗ് ഡിപ്പെൻഡൻസി വരുന്ന കേസുകളിൽ സിഫിലിറ്റിക് നമ്മൾ ആന്റിസിഫിലിറ്റിക് റെമഡീസ് ആണ് കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ശരിക്കും നമുക്ക് ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിൽ നമുക്കൊരു കൂടുതൽ കേസസിനും റിസൾട്ട് കിട്ടിയിട്ടുള്ളത് നക്സോമിക്ക വെച്ചിട്ടാണ്, നക്സോമിക്ക 1 വെച്ചിട്ടാണ്. അതായത് ഒരു അത്യാവശ്യം ഒരു 70% അല്ലെങ്കിൽ 80% ആയിട്ട് ഉള്ള ആൽക്കഹോളിക്സ്, ഇപ്പം അവര് വരത്തില്ലായിരിക്കും, ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും വന്ന് മെഡിസിൻസ് വാങ്ങുക. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ പോലും നക്സോമിക്ക വളരെ നമുക്കൊരു എഫക്റ്റീവായിട്ട് തന്നെയുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പൊട്ടൻസി എന്ന് പറയുന്നത് നക്സോമിക്ക 1 ആണ്. ശരിക്കും ഡോസ് വരുന്നത് രാവിലെയും വൈകിട്ടുമാണ് നമ്മൾ നക്സോമിക്ക 1 കൊടുക്കുക. ഇതിനകത്ത് ഇതിന്റെ ഒരു ആക്ഷൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രിക് ആക്ഷൻ ഉണ്ട്. ഇവർക്ക് നമ്മൾ നക്സോമിക്ക കൊടുത്തു കഴിഞ്ഞിട്ട് പേഷ്യൻസിനെ ഒബ്സർവ് ചെയ്താലും മനസ്സിലാവും, അല്ലെങ്കിൽ നമുക്ക് സിംറ്റംസ് ബൈസ്റ്റാൻഡേഴ്സിന്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്താലും മനസ്സിലാകും. ഇവർക്ക് ഒരു 1 വീക്ക് ഒക്കെ നമ്മൾ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ എടുക്കാൻ പറ്റില്ല. സാധാരണ എടുത്തോണ്ടിരുന്ന ഇപ്പൊ ഒരു 3 പെഗ് 4 പെഗ് ഒക്കെ എടുത്തോണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പിന്നെ അത്ര ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അളവ് കുറഞ്ഞു വരും. ഇവരെടുക്കുന്ന മെഡിസിൻസ് ഇവര് ആൽക്കഹോൾ എടുക്കുന്നതിന്റെ അളവ് കുറഞ്ഞു വരും. പിന്നെ ഇതിനകത്ത് ഒരു ന്യൂറോളജിക്കൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇനഫ്, ഒരു ഡ്രിങ്ക്സ് എടുത്ത് കഴിയുമ്പോഴത്തേനും അവർക്ക് മതി എന്നുള്ളൊരു ഫീലും കാണിക്കും. പിന്നെ ഇതിന്റെ സൈക്കോളജിക്കൽ ആക്ഷൻ വരുന്നത് ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ, കോസസ് ട്രാങ്കുലിറ്റി ആൻഡ് കംഫർട്ട് ഇൻസ്റ്റെഡ് ഓഫ് ഇറിറ്റബിലിറ്റി ആൻഡ് ആങ്കർ. അവരുടെ ഒരു ബേസിക്, നമ്മളിപ്പോ പേഷ്യൻസിനെ ഒബ്സർവ് ചെയ്താൽ അറിയാം, ആൽക്കഹോൾ എടുക്കുന്നവർക്കൊക്കെ അത്യാവശ്യം ഒരു കൂടുതൽ ആൾക്കാരിലും ഭയങ്കര ദേഷ്യമായിരിക്കും, ഇറിറ്റബിൾ ആയിരിക്കും ഇവര്. അപ്പോൾ നക്സോമിക്ക കൊടുക്കുമ്പോഴത്തേനും ഇങ്ങനെയുള്ള സിംറ്റംസും കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പൊട്ടൻസി
രാവിലെ ഒരു ഡോസ്, വൈകിട്ട് ഒരു ഡോസ്. നക്സോമിക്ക 1. ഇനി അതുപോലെ തന്നെ സ്ട്രമോണിയത്തിന്റെ ആക്ഷൻസ് വരുന്നത് വിഡ്രോവൽ സിംറ്റംസ്, ഡെലീരിയം ട്രമൻസ് വരുന്നുണ്ട്. റെഡ്യൂസ് വയലൻസ്, നമ്മൾ സ്ട്രമോണിയം കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇവരുടെ വയലന്റ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറൊക്കെ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ബ്രെയിനിന് എൻസെഫലോപ്പതി ഒക്കെ ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതിലും നമുക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടും. പിന്നെ കോക്കസ് സ്പിരിറ്റസ് ഗ്ലാൻഡിയം ടിഞ്ചർ അല്ലെങ്കിൽ 200. ടിഞ്ചർ ആണെങ്കിൽ നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിനകത്ത് മിക്സ് ചെയ്ത് വെക്കാൻ പറയും. എന്നിട്ട് അവർ കുടിക്കുമ്പോഴത്തേനും അവർക്കത് ഒരു ഗ്യാസ്ട്രിക് ഇറിറ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് അവർക്ക് ഇതിനോടുള്ള ഒരു മടുപ്പുണ്ടാവുന്നത്. ഇതിപ്പം അറിഞ്ഞിട്ട് കഴിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. ആൽക്കഹോളിൽ മിക്സ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. പിന്നെ സിഫിലിനം നമുക്ക് സിഫിലിനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഹെറിഡിറ്ററി ടെൻഡൻസി തന്നെ കട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഫാദർ ആൽക്കഹോളിക് ആണെങ്കിൽ ചാൻസസ് കൂടുതലാണല്ലോ നെക്സ്റ്റ് ജനറേഷനിലും അത് ഉണ്ടാകാനുള്ള ചാൻസസ്. അപ്പൊ നമുക്ക് അങ്ങനെ അറിയാവുന്ന കേസുകളിൽ നമുക്ക് ആദ്യമേ തന്നെ സിഫിലിനം കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു ജനറേഷനെ തന്നെ നമുക്ക് റിക്കവർ ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട്. ഈ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിൽ നമ്മൾ സിഫിലിനം 10 or 1 സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അത് എഫക്റ്റീവ് ആയിരിക്കും. അത് മാത്രമല്ല ഇത് ശരിക്കും സേവ്സ് ദ നെക്സ്റ്റ് ജനറേഷൻ ഈവൻ ബിഫോർ മാരേജ്. ഇപ്പോൾ മക്കളുള്ള ആർക്കെങ്കിലും ഒരു ആൽക്കഹോളിക് അഡിക്ഷൻ, ഫാദർ ആൽക്കഹോളിക് ആണെങ്കിൽ മകനോ അല്ലെ മകൾക്കോ ആൽക്കഹോളിക് അഡിക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി ഉണ്ടെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാകുവാണെങ്കിൽ ചിലപ്പം വീട്ടിലെ അമ്മമാരായിരിക്കും എന്ന് പറയുക. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. Opium to rouse the intoxicated drunkard's vitality to react to the situation and to recognize the reality. ഓപ്പിയം എന്ന് പറയുമ്പോഴത്തേനും ഈ ഓപ്പിയം പേഷ്യൻസ് അവർക്ക് റിയാലിറ്റിയായിട്ട് ശരിക്കും ഒരു കണക്ഷനും കാണില്ല. അവരുടെ ഒരു ഇമാജിനറി വേൾഡിലായിരിക്കും അവരുണ്ടാവുക. അപ്പം നമ്മൾ ഓപ്പിയം വർക്ക് ചെയ്യുന്നത് അവർക്ക് അവരുടെ ഈ ഒരു കണ്ടീഷൻ ബെറ്റർ ആയിട്ട് വരും. ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനും ഒരു റിയാലിറ്റിയിൽ ജീവിക്കാനും ഉള്ള ഒരു സാഹചര്യം അവർക്ക് ആയി വരും. അവർക്ക് ആ ഒരു ചേഞ്ച് അവർക്ക് വരും. ഇനി മെഡോറിനം ശരിക്കും കൊടുക്കുക ഒരു നമുക്ക് എങ്ങനെയാ ഒരു കാറ്റഗറി പറയാന്ന് പറഞ്ഞാല് ഇപ്പോ ഇവരുടെ കയ്യിൽ ചിലപ്പം സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു റിയൽ സിറ്റുവേഷനിൽ നിന്ന് വ്യതിചലിച്ച് ആ ഒരു ഓസ്റ്റന്റേഷൻ അവരൊരു ആഡംബര ജീവിതം നയിക്കുന്നവരായിരിക്കും ചിലപ്പോ. അല്ലെങ്കിൽ അവരെ ഒരു സൈക്കോസിസ് ലെവലിലേക്ക് തന്നെ അത്യാവശ്യം ജീവിക്കുന്നവർ തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ഈ മെഡോറിനം എഫക്റ്റീവ് ആണ്. മെഡോറിനം 1 10. ഇത് നമുക്ക് ഇന്റർ കറന്റ് ആയിട്ടാണ് കൊടുക്കാൻ പറ്റുക കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷണലി പ്ലസ് ഇന്റർ കറന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഹെപ്പാസൾഫ് നേരത്തെ പറഞ്ഞിരുന്നു. ഹെപ്പാസൾഫ് പേഷ്യൻസ് ഒരു ഡിസ്ട്രക്റ്റീവ്നെസ് നന്നായിട്ട് ഇവർക്ക് ഉണ്ടാകും. ടെമ്പർ ടാൻട്രംസ്, ഡിസ്ട്രക്റ്റീവ്നെസ്, സാധനങ്ങൾ നശിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു കേസ് നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഹെപ്പാസൾഫ് കൊടുക്കാൻ പറ്റും. സ്റ്റാഫിസാഗ്രിയ, ആൽക്കഹോളിസം ഫ്രം ഇൻഡിഗ്നേഷൻ ഓർ മോർട്ടിഫിക്കേഷൻ. സ്റ്റാഫിസ് പേഷ്യൻസിന് ഇവർക്ക് ഒരു ടൊബാക്കോ ക്രേവിങ്ങും കൂടെ ഒക്കെ ഉള്ളവരാണെങ്കിൽ സ്റ്റാഫിസം, ആൽക്കഹോളിസം വിത്ത് ടൊബാക്കോ ക്രേവിംഗ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാഫിസാഗ്രിയ വളരെ എഫക്റ്റീവ് ആണ്. ഇത് സ്റ്റാഫിസാഗ്രിയ നമുക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഔട്ട്ബേസ്റ്റ് ഓഫ് സപ്രസ്ഡ് ഇമോഷൻസ് എക്സ്പ്രസ്ഡ് ആസ് ആൽക്കഹോളിസം. ട്യൂബർക്കുലിനം നമുക്ക്
കോമൺ ആയിട്ട് തന്നെ പറയുന്ന പോലെ നമ്മൾ നോർമലി പേഷ്യൻസിന് നമ്മൾ കൊടുക്കാറില്ലേ, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ട്യൂബർക്കുലിനം എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ട്യൂബർക്കുലിനം ഈ ആൽക്കഹോളിസം ഓഫ് ആർട്ടിസ്റ്റ് എഫക്റ്റീവ് ആണ്. കാസിനോസിൻ, ആൽക്കഹോളിസം ഇൻ ഡിപ്പെൻഡൻസ് ഓഫ് ഡ്രഗ് ഡിപ്പെൻഡൻസ്. ഇനി ഈ ആൽക്കഹോളിസം നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേനും ഉള്ള ഒരു 10 ഗ്രൗണ്ട് റൂൾസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. നമ്മള് ഒരു ഏത് കേസ് ആണെങ്കിലും നമ്മൾ നക്സോമിക്ക് 1 സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും ഉറപ്പായിട്ട് ഒരു 30 ഡേയ്സ് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടാകും. നക്സോമിക്ക 1 BD കൊടുത്തു കഴിയുമ്പോഴത്തേനും ഉറപ്പാണത്. നമുക്ക് ഏത് കേസ് എടുത്താലും നമുക്കത് റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ ഒരു 180 ഡേയ്സ് കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളായിട്ട് തന്നെ അവരോട് പറയണം. നമ്മൾ 180 ദിവസമാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കേസസ് മാനേജ് ചെയ്യാം. നമ്മള് നമ്മളുടെ ആ ഒരു രീതിയിൽ നമുക്ക് കേസസ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്യണം എന്നാണ്. കേസ് നമ്മൾ റെഫർ ചെയ്യുക, നമ്മുടെ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലേക്ക് റെഫർ ചെയ്യാം. പിന്നെ മാക്സിമം ഡ്രഗ്സ് ആൻഡ് ടൊബാക്കോ യൂസേജ് നമ്മൾ എടുക്കാതിരിക്കുക, അത് തന്നെയാണ് നല്ലത്. കാരണം ഇത് നമ്മൾ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കേസുകളൊക്കെ നമ്മൾ ഡീൽ ചെയ്യുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മൾ കോർട്ടിലൊക്കെ പോകേണ്ടി വരും. ഇവര് പുറമെ എന്തൊക്കെയാ കാണിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ കോർട്ടിലൊക്കെ പോകേണ്ടതായിട്ട് വരും. അപ്പം നമ്മളുടെ ഒരു സേഫ്റ്റി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഡ്രഗ്സ് ആൻഡ് ടൊബാക്കോ യൂസേജസ് ഒക്കെ ഉള്ള കേസസ് ആണെങ്കിൽ നമ്മൾ മാക്സിമം അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ എപ്പോഴും ഈ ഒരു ആൽക്കഹോളിസം നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴത്തേനും ഒരു 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫോളോ അപ്പ് നിർബന്ധമാണ്. Then be aware of human rights and activities. Keep confidentiality. അത് നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇപ്പൊ നമ്മൾ അവരുടെ വീട്ടിലോ ഫാമിലി മെമ്പേഴ്സ് ആണ് വന്ന് പറയുന്നതെങ്കിൽ അവരുടെ കൂടെയുള്ള ആരും അറിയരുതെന്ന് പറഞ്ഞാൽ നമ്മളത് സീക്രട്ട് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം. പിന്നെ എൻ്റർ ഓൾ ഡേറ്റ ഇൻക്ലൂഡിങ് ഫാമിലി ഹിസ്റ്ററി. മേക്ക് റെഗുലർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് സെൻഡ് ടു അപ്പെക്സ് ബോഡി എവറി മന്ത്. പിന്നെ ഇത് നമ്മുടെ നമ്മുടെ തന്നെ പുനർജനി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തന്നെ ഗവൺമെന്റ് ഡിസ്പെൻസറീസിൽ നടത്തി വരുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, നമ്മുടെ ആൽക്കഹോളിക്സ് ഡി അഡിക്ഷൻ ക്ലിനിക്സ് സീതാലയം പ്രോജക്റ്റിൽ നമ്മുടെ ഗവൺമെന്റ് തന്നെ നടത്തി വരുന്നുണ്ട് ഓഗസ്റ്റ് 2012 മുതൽ. അപ്പം ഇതിനകത്തും അത്യാവശ്യം നന്നായിട്ട് തന്നെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്, അതിന്റെ ഡേറ്റാസ് പ്രൂവ് ചെയ്യുന്നത്. ക്ലാസ് കഴിഞ്ഞു ഡോക്ടറെ. നന്ദി ഡോക്ടറെ. ഇനി നമുക്ക് കൂടുതൽ സമയമുണ്ട്, 25 മിനിറ്റോളം ഉണ്ട്. ഡോക്ടർക്ക് എന്തെങ്കിലും കേസ് പ്രസന്റ് ചെയ്യാനുണ്ടോ? കേസസ് ഞാൻ ചെയ്തിട്ടില്ല, മീൻസ് സ്ലൈഡ് ചെയ്തിട്ടില്ല. പക്ഷെ കേസസ് പറഞ്ഞാൽ പറഞ്ഞാൽ മതി. മതി. ഓക്കെ ഓക്കെ. കേസസ് ഒത്തിരി ഉണ്ട്. ഞാൻ ആത്മത ഡി അഡിക്ഷൻ സെന്ററിൽ ഒത്തിരി നാളുകളായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഡി അഡിക്ഷൻ അവിടെ ഡ്രഗ് ഡിപ്പെൻഡൻസി ഉള്ള കേസസും എടുക്കുന്നതാണ്. അപ്പോൾ ഈ ആൽക്കഹോളിക്സ് നമുക്ക് കൂടുതലും കേസസ് കിട്ടുന്നത് ഫാമിലി മെമ്പേഴ്സ് വന്നിട്ടായിരിക്കും. കാരണം ഇവര് ഡയറക്റ്റ് ഒരിക്കലും വരില്ല. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമ്മള് ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ നക്സോമിക്ക 1 നമ്മൾ കൊടുക്കും. പിന്നെ അവരുടെ ഒരു അത്യാവശ്യം നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അവര് പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് സ്റ്റാഫിസ്, സ്ട്രമോണിയം ഇതൊക്കെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണലി കൊടുക്കാൻ പറ്റുന്നതാണ്. പ്ലസ് നക്സോമിക്ക 1 ഇത്രയും ഈ ഒരു നക്സോമിക്ക 1 പ്ലസ് സ്റ്റാഫിസോ സ്ട്രമോണിയം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസും കൂടെ പോകുമ്പോഴത്തേനും ഒരു 1 മന്ത് കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു കേസ് അത് ഞാൻ ഷെയർ ചെയ്യാം. അത് ശരിക്കും ആൽക്കഹോളിസം ഉണ്ട്. അതിന്റെ ഒരു കുട്ടിയാണ്, ഒരു 18 വയസ്സായിട്ടുള്ള ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ്. 18 വയസ്സ് എന്തോ ആയിട്ടുള്ള ഒരു 3 ഇയേഴ്സ് ബാക്കാണ്. അപ്പോ ഈ കുട്ടിയെ ആദ്യം വന്നില്ല. ഈ കുട്ടിയുടെ ഫാദറാണ് ക്ലിനിക്കിൽ വന്നിരുന്നത്. അപ്പോ ഫാദറുടെ കൺസേൺ എന്ന് പറയുന്നത് ഈ കുട്ടി ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ആൽക്കഹോളും യൂസ് ചെയ്യുന്നുണ്ട്. പറഞ്ഞിട്ടൊന്നും ഇപ്പോ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞു നോക്കി
കുട്ടി ഭയങ്കര വയലന്റ് ആണ്. എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല, അതുപോലെ വയലന്റ് ആണ്. വീട്ടില് ഭക്ഷണമൊക്കെ വലിച്ചെറിയുന്നുണ്ട്. പിന്നെ അമ്മയോട് ഒരു തരത്തിലും ആരോടും ഒരു സ്നേഹം കാണിക്കുന്നേ ഇല്ല. ഈ കുട്ടിക്ക് അയാളുടെ ഫ്രണ്ട്സ് പറയുന്നതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കുന്നത്. ഞാൻ കേസ് ഒക്കെ ചോദിച്ചു വന്നപ്പോഴത്തേനും ഫാദർ ആൽക്കഹോളിക് ആയിരുന്നു. പിന്നെ അത്യാവശ്യം ഒരു ഗുണ്ടായിസം, അതായത് അടിപിടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പായിരുന്നു ഫാദർ. അപ്പോ ഈ കൊച്ചും ഓൾമോസ്റ്റ് സിമിലർ ക്യാരക്ടറാണ് വീട്ടിൽ കാണിക്കുന്നത്. പക്ഷെ പുറത്ത് അടിപിടിയോ ബഹളോ ഒന്നുമില്ല. പുറത്ത് ആള് വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ്, പക്ഷെ വീട്ടില് ഭയങ്കര ഡിസ്ട്രക്റ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ കേസൊക്കെ എടുത്തിട്ട് ആ കുട്ടിക്ക് ഈ നക്സോമിക്ക വണ്ണം കൊടുത്തു. നക്സോമിക്ക വണ്ണം ബി.ഡി കൊടുത്തു, പ്ലസ് സ്ട്രമോണിയം കൊടുത്തിട്ടുണ്ടായിരുന്നു, പ്ലസ് ഹെപ്പാസൾഫ് 200 കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് സിഫിലിനം വണ്ണം, നമ്മൾ ഫോളോ അപ്പ് വരുമ്പോഴത്തേനും ഇടയ്ക്ക് സിഫിലിനം വണ്ണം ഒരു മന്ത്ലി വൺസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ സിഫിലിനം 10 ml 10 ഒരു 2 months ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഡോസ് സിഫിലിനം 10 കൊടുത്തു. ഒരു 4 monthsനകത്ത് തന്നെ ഈ കുട്ടി ഒരു 2 months കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ക്ലിനിക്കിൽ ഫാദറിന്റെ കൂടെ വരാൻ തുടങ്ങി. ആള് സ്വയം പറഞ്ഞു, എനിക്ക് ഡ്രഗ്സ് യൂസ് ചെയ്യാന്ന് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തണം, എനിക്ക് പേടിയാണ്, പുറത്തുള്ളവര് നിർത്താൻ സമ്മതിക്കത്തില്ല. ഇവരൊരു ഗാങ് ഉണ്ടാവുമല്ലോ, അപ്പം സ്വന്തമായിട്ട് ആളിന് നിർത്തണം എന്ന് ആഗ്രഹമുണ്ട് പോലും കൂടെയുള്ളവർ സമ്മതിക്കത്തില്ല. അതാണ് ഈ ഡ്രഗ് ഡിപ്പെൻഡൻസി വരുമ്പോഴത്തേനുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരാൾ പോലും അവർക്ക് സ്വയമേ അവർ വില്ലിങ് ആയി വന്നാലും ഒരിക്കലും അവർക്ക് അതിൽ നിന്ന് അത്ര ഈസി അല്ല റിക്കവർ ആയി വരിക എന്ന് പറയുന്നത്. അപ്പോ ഈ കുട്ടി സ്വന്തമായിട്ട് തന്നെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേന്, എന്നിട്ട് ആ കുട്ടി പറയുന്നത് എനിക്ക് പേടിയാണ് എന്ന് പറയുന്നുണ്ട്. എനിവേസ് മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്തു. പിന്നെ വീട്ടിലൊരു പ്രൊട്ടക്ഷൻ ഫാദർ ആ കുട്ടിയോട് പറഞ്ഞു, എന്റെ പ്രസൻസിൽ തന്നെ പറഞ്ഞു, എന്ത് സംഭവിച്ചാലും നമുക്ക് മാനേജ് ചെയ്യാം, നീ ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് സ്റ്റോപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആദ്യം ആ കുട്ടിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഇത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം വിഡ്രോവൽ സിംറ്റംസ്, കൈ വിറയ്ക്കുക, വിശപ്പില്ലാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ ഒത്തിരി സിംറ്റംസ് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പയ്യെ പയ്യെ കുട്ടി റിക്കവർ ആയി. ഈ മെഡിസിൻസ് ഇത് തന്നെയായിരുന്നു, സ്ട്രമോണിയം, ഹെപ്പാസൾഫ്, സിഫിലിനം കൊടുത്തിട്ടുണ്ടായിരുന്നു, പ്ലസ് നക്സോമിക്ക കണ്ടിന്യൂസ് ഡെയിലി ബി.ഡി കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു 4.5 months ഒക്കെ ആയപ്പോഴത്തേനും കംപ്ലീറ്റ്ലി ഈ കുട്ടി റിക്കവർ ആയി. പക്ഷെ അവർക്ക് അവിടുന്ന് ആ ഒരു സ്ഥലത്തുനിന്ന് മാറി താമസിക്കേണ്ടി വന്നു. കാരണം സോഷ്യൽ പ്രഷർ അത്ര ഉണ്ടായിരുന്നു. അവർക്കൊരു സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഡ്രഗ്സിന്റെ ആ ഒരു ടീമിൽ ഉണ്ടായിരുന്നവര് വീട്ടിൽ വന്ന് ഉപദ്രവിക്കാനും ഒക്കെ നോക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ഫാദർ ഒരു ഓട്ടോ ഡ്രൈവറൊക്കെ ആയിരുന്നു. പക്ഷെ അവർ നിന്ന് സ്ഥലം മാറി വേറെ താമസിക്കേണ്ടി വന്നു. പക്ഷെ ആ കുട്ടി കംപ്ലീറ്റ്ലി റിക്കവറായി. ഫാമിലി ഭയങ്കര, അവർക്ക് കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടായി എങ്കിലും അവര് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയത്. സ്ഥലം മാറേണ്ടി വന്നാലും ആ കുട്ടി ഇതിൽ നിന്ന് റിക്കവറായി. അതുവഴി വേറൊരു കാര്യം എന്ന് പറയുന്നത്, ആ അപ്പനും ആ ഒരു ഫാദറും കംപ്ലീറ്റ്ലി ആ ഫാദറിന്റെ എല്ലാ ഈ പറഞ്ഞ പോലെ ആൽക്കഹോളിസം പ്ലസ് അടിപിടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ് ഒരു അത് മെഡിസിൻ ഇല്ലാതെ തന്നെ. ഈ മെഡിസിൻ ഇല്ലാതെ തന്നെ സ്റ്റോപ്പ് ചെയ്തു. കാരണം ഈ കുട്ടിയുടെ അവസ്ഥ അങ്ങനെയായിരുന്നു, കുട്ടിയുടെ കണ്ടീഷൻ. അത് കണ്ട് മനസ്സും അടുത്തുപോയി. കുട്ടി സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ അത് കാണിച്ചിട്ടുണ്ട്. ബഹളം വെച്ചിട്ട് സാധനങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കുക, സൂയിസൈഡൽ ടെൻഡൻസി കാണിച്ചിട്ടുണ്ട്. ഒരു 2 months ഒക്കെ കൊണ്ടാണത്. അറിയാതെ ആദ്യം മെഡിസിൻ കൊടുത്തു. 2 months ഒക്കെ ആയപ്പം കാരണം ആളൊന്ന് കാമായി, നന്നായിട്ടൊന്ന് കാമായപ്പോഴത്തേനും സ്വയം ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 4.5 മാസം കൊണ്ട് ഈ കുട്ടി റിക്കവറായി. അതോടൊപ്പം ഫാദറും മാറി വന്നു. ഡോക്ടർ, നമ്മളിപ്പോ അറിയാതെ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് എങ്ങനെ കൊടുക്കാനാണ് പറയാറുള്ളത്? അറിയാതെ കൊടുക്കാന്ന് പറഞ്ഞാൽ നക്സോമിക്ക വണ്ണം നമ്മൾ ലിക്വിഡ് ഫോമിലാണ് കൊടുക്കുക. പൗഡർ ഫോമിൽ നമ്മൾ കൊടുക്കുന്നത് അറിഞ്ഞ പേഷ്യൻസ് വരുവാണെങ്കിൽ കൊടുക്കാൻ പറ്റും. അറിയാതെ കൊടുക്കുന്നത് നമ്മൾ വെള്ളത്തിൽ അവർ കുടിക്കുന്ന വെള്ളം ചിലപ്പോൾ കുപ്പിക്കകത്തൊക്കെ എടുത്ത് വെച്ചേക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ആ കുപ്പിയിൽ ഒഴിച്ചു വെച്ചാൽ മതി. ഒരു ബോട്ടിൽ വെള്ളത്തിൽ ഒരു 5 drops ഒഴിച്ചു വെച്ചാൽ 5 or 6 drops നക്സോമിക്ക വണ്ണം ഒഴിച്ചു വെച്ചാൽ മതി, അവർ കുടിച്ചോളും. അങ്ങനെ 2 നേരമായിട്ട് കൊടുക്കണം. പിന്നെ
നമ്മുടെ സ്ട്രമോണിയൊക്കെ നമുക്ക് സിംഗിൾ ഡോസേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് കറിക്കകത്ത് ചേർത്തോ, നമുക്കിപ്പോൾ വേറെ ഓപ്ഷൻസ് ഇല്ല. വെള്ളത്തിൽ ചേർത്ത് ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റും, ചെറുതായിട്ട് അതിന്റെ കളർ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ സ്ട്രമോണിയൊക്കെ എന്തെങ്കിലും കറിക്കകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറയും, അല്ലെങ്കിൽ ചോറിനകത്ത് മിക്സ് ചെയ്തോ. ചെറിയ ചൂട്, ഒത്തിരി ചൂടുള്ളതിനകത്ത് കൊടുക്കരുതെന്ന് പറയാറുണ്ട്. ചെറിയ ചൂടുള്ള ഹോണി ഏത് പൊട്ടൻസി അന്നേരം കൊടുക്കുന്നത്? സ്ട്രമോണിയും ഒക്കെ വണ്ണം തന്നെയാണ്. 200 വർക്ക് ആക്ഷൻ ഉള്ളതാണ്. 200 ഇപ്പൊ ഈ പറഞ്ഞ മെഡിസിൻസിനെല്ലാം 200 നമുക്ക് അത്യാവശ്യം ആക്ഷൻ ഉള്ളതാണ്. പക്ഷെ നമുക്ക് കൂടുതലും നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു 1 10 ml ആയിരിക്കും. ആൽക്കഹോളിസം നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ 200 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ചേഞ്ചസ് കാണുന്നതനുസരിച്ച് നമുക്ക് പൊട്ടൻസി മാറ്റാൻ പറ്റും. സ്ട്രമോണിയും അതെ, സ്റ്റാഫിസും ഒക്കെ. ഇത് ഈ ആൽക്കഹോളിക്സിൽ ഈ സ്ട്രമോണിയും സ്റ്റാഫിസ് ഒക്കെ നമുക്ക് ശരിക്കും ആ കോൺസ്റ്റിറ്റ്യൂഷണൽ കിട്ടും, കേസ് എടുത്ത് വരുമ്പോൾ കിട്ടും. ഇതൊക്കെ കോമൺ റെമഡീസ് ആണ് കൊടുക്കാൻ പറ്റുന്നത്. അതൊക്കെ സിംഗിൾ ഡോസ് ആയിട്ടാണോ കൊടുക്കുന്നത്? സിംഗിൾ ഡോസ് ആയിട്ടാണ്. ചിലപ്പോൾ വീക്ക്ലി വൺസ് ആയിരിക്കും, 2 ആഴ്ചയിൽ. ഈ നക്സോമിക്കയാണ് നമ്മൾ ഡെയിലി കൊടുക്കുന്നത്. മറ്റേതൊക്കെ സിംഗിൾ ഡോസ് ആയിട്ട് വീക്ക്ലി വൺസ്, 2 ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെ കൊടുക്കാറുണ്ട്. ഡോക്ടറെ സ്ക്രീൻ ഒന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുമോ? അപ്പം നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് അവസരം കൊടുക്കാം, ഇല്ലെങ്കിൽ ഡോക്ടർക്ക് വേറെ കേസ് പറയാം. ഏതായാലും ഡോക്ടറുടെ ക്ലാസ് കേട്ടല്ലോ എല്ലാവരും. നല്ലൊരു ക്ലാസ് നമുക്ക് കിട്ടി. ഇതിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനോ അത് കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. ഡീഅഡിഷൻ സെന്ററിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എബ്രഹാം വൈദ്യൻ ഡോക്ടർ. സർവീസിലുണ്ടായിരുന്നപ്പോൾ. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. എബ്രഹാം വൈദ്യൻ ഡോക്ടറെ. ഹലോ. ആ ആൽക്കഹോളിസം ഫീൽഡ് ഏറ്റവും സന്തോഷമായിട്ട് ചെയ്ത ഒരു വർക്കായിരുന്നു. 1994 കാലത്ത് സബ് ജയിലിൽ ആണ് ആദ്യം വർക്ക് ചെയ്തത്. അതിനുശേഷം ഡിപ്പാർട്ട്മെന്റ് വന്നു. ഡിപ്പാർട്ട്മെന്റ് വരുന്നതിന് മുമ്പ് പിന്നെ ഒരു കൗൺസിലിംഗ് സെന്ററായിട്ട് ബന്ധപ്പെട്ട് കൊല്ലത്ത് ഒരു ഡീഅഡിക്ഷൻ സെന്റർ, ആയുർവേദ അലോപ്പതി സെന്റർ ആയിരുന്നു. അത് ഹോമിയോപ്പതി ഇൻക്ലൂഡ് ചെയ്യാൻ നേരത്തേക്ക് അവിടുത്തെ സൈക്കാട്രിസ്റ്റ് അതിനകത്ത് സഹകരിക്കാൻ താല്പര്യമില്ലായിരുന്നു. അപ്പം താഴെ സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞു, ന്യൂറോ സൈക്കോളജിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റൊക്കെ ഉണ്ട്. അവർ പറഞ്ഞു കുഴപ്പമില്ല ഡോക്ടർ, ഹോമിയോപ്പതി ഞങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആ രീതിയിൽ കാരുണ്യ നിവാസ് ഡീഅഡിക്ഷൻ സെന്റർ എന്ന ഒരെണ്ണം കൊല്ലത്തെ 94-95 കാലത്ത് പ്രവർത്തിച്ചിരുന്നു. ആ കാലത്ത് പ്രവർത്തിച്ചിരുന്നു. അന്നേരം കിട്ടിയ വലിയ റിസൾട്ട് കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഡിപ്പാർട്ട്മെന്റ് വന്ന് കൊല്ലത്തെ വർക്ക് ആദ്യം തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തു. പക്ഷെ നമ്മുടെ മേലധികാരികളുടെ സപ്പോർട്ടിലായി പോലും അത് തുടങ്ങാൻ പറ്റില്ല. എന്നാൽ തന്നെയും സാധാരണ രോഗികളുടെ ഇടയ്ക്ക് സാധാരണ ആൽക്കഹോളിക് കേസ് അഡ്മിറ്റ് ചെയ്ത് ചികിത്സിച്ചിട്ടുണ്ട്, നല്ല റിസൾട്ട് കിട്ടിയിട്ട്. എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ ഹോമിയോപ്പതി ഇത് ഞാനിപ്പം TTK ഹോസ്പിറ്റല് അങ്ങനത്തെ സ്ഥലത്തിൽ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അവർ സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ എനിക്ക് എൻ്റെ ക്ലാസ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. കാര്യം ഞാൻ ഓഫർ ചെയ്യുന്ന ഹോമിയോപ്പതിക്ക് എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഇതാണുള്ളത്. കാര്യം ഈ ആൽക്കഹോളിസം ചികിത്സിച്ച് കഴിഞ്ഞാൽ അവർ ഒരു തുള്ളി പോലും കുടിക്കരുതെന്ന് അവർ പറയും. കുടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയും. എൻ്റെ കൺസെപ്റ്റ് പിന്നെ ഒരു സോഷ്യൽ, ഡോക്ടർ പറഞ്ഞത് ഈ കാര്യത്തിൽ സോഷ്യൽ ട്രിഗറായിട്ടുള്ള ആൽക്കഹോളിക് അല്ല. അയാൾ ആൽക്കഹോളിസം എന്ന് പറയാൻ പറ്റും. സോഷ്യൽ ട്രിഗർ നല്ല കാര്യമാണ് തന്നെ. അപ്പം ആൽക്കഹോളിക് ആയിട്ടിരുന്ന ഒരാളെ നമ്മുടെ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് സോഷ്യൽ ട്രിഗർ തുടരാം, അയാൾ കൺട്രോൾ ട്രിഗിങ് ആയിട്ട് തുടരാം. അയാൾക്ക് അത് ശരീരത്തിനോ സൊസൈറ്റിയിലോ ഒരു കുഴപ്പമില്ലാതെ തുടരാൻ പറ്റും. എൻ്റെ രോഗികൾ ചികിത്സിക്കുമ്പം ഞാൻ ചികിത്സയ്ക്ക് തയ്യാറായി വരുന്നവർക്ക് ഞാൻ ആദ്യം പറയുന്ന കാര്യം അതാണ്, നിങ്ങളുടെ കുടി കൈവിട്ടുപോയി, ആൽക്കഹോൾ
നിങ്ങൾ പെട്ടുപോയി. അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് കുറഞ്ഞ ആദ്യം 60 മില്ലിയിൽ നിങ്ങൾ ഫിറ്റായിരുന്നു, സന്തോഷമായിരുന്നു. പിന്നെ അളവ് കൂടി പോയി. നമുക്ക് പഴയ അളവിലോട്ട് വരാം, 60 മില്ലി അടിച്ചാൽ ഫിറ്റാകുന്ന കണ്ടീഷനോട്ട് കൊണ്ടുവരാമെന്ന് പറയും. അത് അവർ ചികിത്സയ്ക്ക് തയ്യാറാകും. അപ്പൊ അതിൽ തന്നെ രോഗികൾ വന്നില്ലേ വീട്ടിൽ നക്സോമിക്ക വണ്ണം തന്നെ ഞാൻ കൊടുത്തോണ്ടിരുന്നത്, നല്ല റിസൾട്ട് കിട്ടുക. അത് കഴിഞ്ഞിട്ട് അവർ ചികിത്സയ്ക്ക് തയ്യാറായിട്ട് വരും എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞ കാര്യം, സത്യമാണ്. ചികിത്സയ്ക്ക് വരും എന്നുള്ളതാണ് അനുഭവം. പിന്നെ ഇത് പറയുന്നുണ്ട്, ഈ ആൽക്കഹോളിക് വേൾഡ് ഈ ചികിത്സ ചെയ്യുന്ന ഇതിട്ട് ഞാൻ കൊടുത്തതിന് എ ഗ്രൂപ്പിലൊക്കെ ഞാൻ പോയി ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്, കോഴിക്കോടൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അവർക്ക് വിശ്വസിക്കാൻ വയ്യ. ഞാൻ ഓഫർ ചെയ്തത് ഹോമിയോപ്പതി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൽക്കഹോളിനും സന്തോഷമായിട്ട് അല്പം അടിച്ചെടുക്കാം, രക്ഷപ്പെടാം എന്ന് ഒരു കൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ ക്യൂറിന്റെ ലക്ഷണമാണ്. സാധാരണ ഒരാള് ഇച്ചിരി സ്മാൾ അടിച്ചാല് സന്തോഷം, നല്ല രസമുള്ള സംഗതിയാണ്. പരിധി വരുമ്പോഴാണ്, പതിവായിട്ടാകുമ്പോഴും പരിധി വിടുമ്പോഴാണ് കുഴപ്പമുണ്ടാക്കുന്നത്. അപ്പൊ സന്തോഷമായിട്ട് വരുന്നപ്പോൾ അതാണ് ക്യൂറിന്റെ ലക്ഷണം. അത് പറയാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പിന്നെ ആൽക്കഹോളിസം ഏറ്റവും വെല്ലുവിളിയായിട്ട് എനിക്ക് വന്നിരിക്കുന്നത് ഈ നമ്മളെ ഇതുണ്ടല്ലോ, പാരമ്പര്യ ഘടകം ഉണ്ടല്ലോ. ഈ ഒരു കോളേജ് ലെക്ചറർ അയാൾക്ക് ചികിത്സ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമായപ്പോഴത്തേക്ക് ഇയാൾക്ക് വ്യത്യാസമായപ്പോൾ ഇയാളുടെ അപ്പൻ കൂടി തുടങ്ങി. പണ്ട് കുടി നിർത്തിയ ആളാ അയാൾ കൂടി തുടങ്ങി. ഇങ്ങനത്തുള്ള ചില സംഗതികളൊക്കെ കണ്ടിരുന്നു. അത് പിന്നെ സിഫിലിനുമാണ്, ഡോക്ടർ പറഞ്ഞ പോലെ സിഫിലിനുമാണ്. അതിന് പിന്നെ അയാൾക്ക് പിന്നെ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളോടാണ് ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ, പിന്നെയും ഷെയർ ചെയ്യാൻ കാര്യമുണ്ട്. ഓക്കെ, എന്തായാലും ഡോക്ടർ നല്ല പ്രസന്റേഷനാണ് നടത്തിയത്, വളരെ അഭിനന്ദനം അറിയിക്കുന്നു. ഓക്കെ, നന്ദി എബ്രഹാം വൈദ്യൻ ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിലോ മെഡിസിൻ കൊടുക്കുന്നതിന് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. നമുക്കിനി സമയം അധികമില്ല, 9 മിനിറ്റ് ഉണ്ട്. അതിനുള്ളിൽ പെട്ടെന്ന് തന്നെ ഹാൻഡ് റൈസ് ചെയ്യണേ. ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി സംശയം അല്ല, എന്തെങ്കിലും എനിക്കൊരു ഉണ്ടെങ്കിൽ. സംശയമുള്ളതേ, ഈ അഡിക്ഷൻ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് തൽക്കാലം അത് നിർത്തിയിട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും നിർത്തി വെച്ചിട്ട് വീണ്ടും തുടങ്ങുന്ന ഒരു അവസ്ഥ കാണുന്നു. അതിന് എന്താ ചെയ്യാം? നമ്മൾ പിന്നെ ഫോളോ അപ്പ് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കണോ? അതേ ഡോക്ടറെ, നമ്മളൊരു 180 ഡേയ്സ് ആണ് നമ്മൾ ഫോളോ അപ്പ് പറയുക സാധാരണ. അപ്പൊ അതിൽ കൂടുതൽ നമ്മൾ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് റിസൾട്ട് കിട്ടുവാണെങ്കിൽ, ഇപ്പൊ ഈ 180 ഡേയ്സിനകത്ത് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുവാണ്, എന്നിട്ടും അവര് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു, പിന്നെയും പഴയ രീതിയിലേക്ക് പോയി, എന്നിരുന്നാൽ പോലും നമുക്ക് പിന്നെയും വീണ്ടും ആ ഒരു കേസ് കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിന് മാനേജ് ചെയ്യാൻ പറ്റും ഡോക്ടറെ. ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് നമ്മൾ കാണുന്നത്, ട്രീറ്റ്മെന്റ് കൊണ്ട് സക്സസ് ആയ കേസുകൾ അങ്ങനെ തുടരുന്നത് കുറവാണ്. വീണ്ടും നിർത്തി വെച്ചതിന് ശേഷം കുറച്ചു നാൾ കഴിയുമ്പം വീണ്ടും അവരുടെ ആ ചില സാഹചര്യങ്ങളിൽപ്പെട്ട് വീണ്ടും തുടങ്ങുന്ന ചില കേസുകളാണ് കാണാറ്. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ചിലപ്പോൾ കൗൺസിലിംഗ് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് മെഡിസിനൽ മാനേജ്മെന്റ് നമുക്ക് പറ്റും, നമ്മൾ ചെയ്യണം എന്നാണല്ലോ. ഒന്ന് സ്റ്റോപ്പ് ചെയ്തു, പിന്നെയും ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. പ്ലസ് ഇങ്ങനെയുള്ള കേസുകളിൽ കൗൺസിലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. കൗൺസിലിങ്ങോ സൈക്കോ തെറാപ്പീസോ ചെറിയ ചെറിയ തെറാപ്പീസോ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അവർക്ക് പിന്നെയും പേഴ്സണലി ഇഷ്യൂസ് എന്തെങ്കിലും വന്നിട്ടായിരിക്കും തുടങ്ങുന്നത്. ചിലരല്ലാതെ തന്നെ അവരുടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പേരൻസ് അങ്ങനെയാണ്, ഒരു ജനറ്റിക്കൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതും ഇതിനൊരു റീസൺ ആകാം. ഒരു കൗൺസിലിംഗ് പ്ലസ് മെഡിസിനൽ മാനേജ്മെന്റ് എഫക്റ്റീവ് ആണ്.
മാത്രമല്ല ഡോക്ടർ നേരത്തെ പറഞ്ഞ കണക്ക് കൂട്ടുകാർ വിടത്തില്ല. ആ അതെ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിനാണ് നമുക്ക് കൗൺസിലിംഗ് ഹെൽപ്ഫുൾ ആവുക. ഏതേലും പ്രൊഫഷണലി തന്നെ ഒരു കൗൺസിലിംഗ് സെഷൻസ് ചിലപ്പോൾ ഒരു 2-3 സെഷൻസ് ഒക്കെ വേണ്ടി വരും. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്, 2 സെഷൻ കൊണ്ട് അവരുടെ മൊത്തം തോട്ട്സ് മാറി മറിഞ്ഞു. ഇനി കൂട്ടുകാർ വിളിച്ചാലും പോകത്തില്ല എന്ന് വൈഫുമായിട്ട് വന്നു. ഫസ്റ്റ് കൺസൾട്ടേഷന് തന്നെ വന്നു, സെക്കൻഡ് കൺസൾട്ടേഷന് വൈഫുമായിട്ട് വന്നു. വളരെ പെട്ടെന്ന് തന്നെ അവര് എനിക്ക് ഇനി കുഴപ്പമില്ല, അതായത് ആ പുള്ളി അക്സെപ്റ്റ് ചെയ്തു, കൗൺസിലിംഗ് 2 സെഷൻസ് കൊണ്ട് അക്സെപ്റ്റ് ചെയ്തു. എനിക്ക് മെഡിസിൻ തരണം എന്ന് എന്നോട് ചോദിച്ചു, എനിക്ക് മെഡിസിൻ കൂടെ തരണം, ഞാൻ കുറച്ച് മെഡിസിൻ കൂടെ എടുത്ത് നോക്കാം, കാരണം എനിക്ക് ആ ഒരു ടെൻഡൻസി വന്നാൽ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമുക്ക് കേസുകളുണ്ട്, കേസുകൾ സക്സസ് കേസുകൾ തന്നെ ഉണ്ട്. മാനേജ് ചെയ്യാൻ പറ്റും ഡോക്ടറെ. എനിക്കൊരു ഒരു അഭിപ്രായം കൂടിയുണ്ട്. ഹലോ, കേൾക്കാം ഡോക്ടർ. പറഞ്ഞു ഡോക്ടറെ. പിന്നെ ഞാൻ ആൽക്കഹോളിക് അനോണിമസിന്റെ മീറ്റിങ്ങിൽ പോയപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ച, 10 വർഷവും 15 വർഷവും ഒക്കെ കുടിക്കാതിരുന്നവർക്ക് ബാഡ്ജ് കൊടുക്കുന്നു. ബാഡ്ജ് കൊടുക്കുമ്പോഴത്തേക്ക് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. അപ്പൊ അവരെല്ലാം പറയുന്നത് ഒരു റൂൾ പഠിച്ച മോഡസ് ഓപ്പറണ്ടി പഠിക്കേണ്ടതാ. അത് പറയുന്നത് എനിക്ക് കഴിവില്ല, അപ്പം സപ്പോർട്ട് ഗ്രൂപ്പ് കൊണ്ടാണ് നിൽക്കുന്നത്, ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് കൊണ്ടാണ് അവർ നിൽക്കുന്നത്. ആൽക്കഹോളിക് അനോണിമസ്, ഫാമിലി സപ്പോർട്ട്, അങ്ങനെ പല രീതിയിൽ സപ്പോർട്ട് ഉണ്ട്. അപ്പം ഇവരെല്ലാം ഒന്ന് കൂടി നിർത്തിയെല്ലാം കൂടി ചേർന്ന് അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോഴും ഓരോരുത്തരും പറയുന്നത് ഇപ്പോഴും എനിക്ക് ക്രേവിങ് ശക്തിയായിട്ടുണ്ട്, കുടിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അവിടെയാണ് ഹോമിയോപ്പതിയുടെ വിജയം ഞാൻ കണ്ടത്. നമ്മുടെ ചികിത്സ കഴിഞ്ഞിട്ട് പോകുന്നവർക്ക് അങ്ങനെ ക്രേവിങ് ഇല്ല. ആൽക്കഹോളിൽ താല്പര്യമാണ്, ഇഷ്ടമാണ്, അവർക്ക് ഇഷ്ടമായിരിക്കും, അതിന് എതിർപ്പില്ല. പക്ഷെ ക്രേവിങ് ഇല്ല. എന്നാൽ ഇവര് അഥവാ വീണ്ടും കുടിച്ചു തുടങ്ങി പഴയ അവസ്ഥയിൽ കൂടി പുതിയ ആൾ കുടിക്കുന്നത് പോലെ കുടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിക്കാൻ എളുപ്പമാണ്. രജനി ഡോക്ടർ പറഞ്ഞതുപോലെ ചികിത്സിക്കാൻ വളരെ എളുപ്പമാണ്, വളരെ പ്രയാസമൊന്നുമില്ല. അതാണ് പറയാനുള്ളത്. അബ്രഹാമിതൻ ഡോക്ടറെ, ഈ ആൽക്കഹോൾ ആ ഗ്രൂപ്പിന്റെ പേര് എങ്ങനെയാണ്, വ്യക്തമായിട്ടൊന്ന് പറയാമോ? ആൽക്കഹോളിക് അനോണിമസ്. അത് എല്ലാ ഇതിലും ഉണ്ടോ, എല്ലാ ജില്ലയിലും ജില്ലാ ഉണ്ടോ? ആസ്ഥാനങ്ങളിൽ കാണും. ലോകം മൊത്തം ഉള്ളതാ. ഇന്ത്യയിലും മിക്ക എല്ലാ ജില്ലകളിലും ഉണ്ട്. എല്ലാ ജില്ലകളിലും ഏകദേശം ആ ജില്ലാ ആസ്ഥാനങ്ങളിലായിരിക്കും കാണുക. അതെ. നന്ദി ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ അനുഭവങ്ങൾ പറയുവാനോ സംശയങ്ങൾ ചോദിക്കാനോ ഉണ്ടോ? ഷഫീഖ് ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കേൾക്കാവോ? കേൾക്കാം. അല്ല, എനിക്കൊരു അനുഭവം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള തന്നെ. ഒരു ഹെമറോയിഡ് കേസിന് ട്രീറ്റ്മെന്റിന് വന്ന് ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു. പുള്ളി എന്നും പണി കഴിഞ്ഞിട്ട് വെള്ളം അടിച്ചിട്ടേ വീട്ടിൽ വരും. പക്ഷെ വേറെ ശല്യമൊന്നുമില്ല, വെള്ളം അടിച്ച് വന്ന് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങിക്കൊള്ളും. പക്ഷെ നമ്മളെ മെഡിസിൻ കഴിച്ചത്, അതായത് ഞാൻ സൾഫറും നെക്സോമിക്കാണ് കൊടുത്തത്. പുള്ളിക്ക് അവസാനം 2-3 മാസം കഴിഞ്ഞപ്പോൾ വൈഫ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, ഡോക്ടറെ ഈ മരുന്നിന് വേറെന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോന്ന്. ഞാൻ കേട്ടത് എന്താണ്? അല്ല, ഇപ്പൊ ഹസ്ബൻഡ് വെള്ളം അടിക്കുന്നില്ല, പുള്ളിക്ക് അതിന് ഒരു വെറുപ്പായിട്ട് ആണ് ഇപ്പൊ തോന്നുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ പുള്ളിക്ക് ഒരു സംശയം, ഡോക്ടർ എന്ന മരുന്നിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? എന്താണെങ്കിലും പുള്ളി ഇതുവരെ ഇപ്പൊ വെള്ളം അടിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ആൽക്കഹോളിസത്തിനല്ല ട്രീറ്റ് ചെയ്തത്, ഹെമറോയിഡ്സിന് മരുന്ന് കൊടുത്തു, സൾഫർ നെക്സോ ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതില് 200 തന്നെയാണ് കൊടുത്തത്, അല്ല 1000 ഒന്നും ഞാൻ കൊടുത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ആക്സിഡന്റലി അങ്ങനെയൊക്കെ കിട്ടും. പിന്നെ ഡോക്ടർ ആസിഡ് സൾഫ് പറഞ്ഞായിരുന്നോ മെഡിസിൻ? ഇല്ല, ആസിഡ് സൾഫ് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ആസിഡ് സൾഫ് ഒത്തിരി എഫക്റ്റീവ് ആണ് കേട്ടോ, സ്റ്റാർട്ടിംഗ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്. ക്രേവിങ്ങിന്, ആൽക്കഹോളിക് ക്രേവിങ്ങിന് ഏറ്റവും എഫക്റ്റീവ് ആണ് ആസിഡ് സൾഫ്. ഡോക്ടർ പറഞ്ഞു കേട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ, അത് സ്ലൈഡില് ഞാൻ ഉൾപ്പെടുത്താൻ വിട്ടുപോയത്. ഏത് പൊട്ടൻസി ആയിരിക്കും അല്ലേ? 30 മുതൽ എഫക്റ്റീവ് ആണ് ആസിഡ് സൾഫ്. 200 ആണ് സാധാരണ. 200 ആണ് ഞാൻ കൊടുക്കാറുള്ളത്.
അത് റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കണോ? അത് ദിവസം 3 നേരമൊക്കെ അല്ലേ കൊടുക്കുന്നത്? റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കണം. അതെ, 3 നേരം കൊടുക്കാം നമുക്ക്. 30 ആണെങ്കിൽ 3 നേരം കൊടുക്കാം. 200 ആണെങ്കിൽ 2 നേരം. വൈദ്യരുടെ ഡോക്ടർ വീണ്ടും ഹാൻഡ് റൈസ് ചെയ്തോ? അതെ, എന്തോ വൈദ്യ ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, നേരത്തെ ഹാൻഡ് റൈസ് ചെയ്തായിരിക്കും. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം ഡോക്ടർ. അല്ലോ, ആസ് എ സെൽഫ് ഒരു സൂക്ഷിക്കേണ്ട സംഗതിയാണ്. പറഞ്ഞ ഡോക്ടർ പറഞ്ഞ 200 38 200 ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ ക്ലർക്കിന്റെ ഡിക്ഷണറിയിലെ ആസിഡ് ഫോഴ്സിനെ പറ്റി പറഞ്ഞേക്കുന്നത്, ആസിഡ് ഫോഴ്സ് ടിഞ്ചർ ആൽക്കഹോളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആക്ഷൻ വളരെ മോശപ്പെട്ട ഒരു ആക്ഷനാണ്. അതൊരു ഹോമിയോപ്പതിക്കല്ല. അപ്പം ഞാൻ ഇതിനെപ്പറ്റി ഏറ്റവും നമ്മുടെ കോട്ടയം കോളേജിലെ പ്രിൻസിപ്പളായിട്ട് പാപ്പച്ച സാറായിട്ട് സംസാരിച്ചപ്പം, പാപ്പച്ച സാർ കെമിസ്ട്രിയിലൊക്കെ എക്സ്പെർട്ട് ആണല്ലോ. സാറ് പറഞ്ഞ ക്ലർക്കിന് അതിന്റെ കെമിക്കൽ റിയാക്ഷൻ അറിഞ്ഞൂടായിരുന്നു. ഉണ്ടാകുന്ന പ്രസിപ്പിറ്റേറ്റ് വളരെ മോശമാണ് ഇത് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ കൊടുക്കരുത്. പൊട്ടൻസി നല്ലതാണ്, എഫക്റ്റീവാണ്. സൾഫ്യൂരിക് ടിഞ്ചർ കൊടുത്ത കുടലൊക്കെ പോകില്ല. അതെ, അത് ആൽക്കഹോളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത്. അത് മോശമാണ്, ഹോമിയോപ്പതിക്കല്ല, വേറെ രീതിയാണ്. ഡോക്ടർ മെഡിസിൻ പറഞ്ഞപ്പോ ആസിഡ് ഫോസ് എന്നാണ് പറഞ്ഞത്. ആസിഡ് സൾഫർ എന്നുള്ളത് മാറിപ്പോയി. സോറി, ആസിഡ് സൾഫർ എന്നാണ്. ആസിഡ് സൾഫർ പറഞ്ഞത്. ഓക്കെ, സോറി. ഷഫീഖ് ഡോക്ടർ. അങ്ങനെ ഒരു അറിവും കൂടെ കിട്ടി. ഈ സ്റ്റെർക്കുലിയ കേട്ടിട്ടുണ്ടല്ലോ, അത് സ്റ്റെർക്കുലിയ എന്നല്ലാന്ന്. സ്ട്രെക്കോലിയ കൊടുത്തിട്ടുണ്ട്. അത് എനർജി ഒന്നുകൂടെ ഉണ്ടാകുക, എനർജി റൊട്ടീനായിട്ട് കൊടുക്കായിരുന്നു ആൽക്കഹോളിക്. സ്ട്രെക്കോലിക ഒരു സ്പോർട്സ് മെഡിസിൻ എന്നുള്ള രീതിയിലാണ് കൂടുതൽ പരിചയം. ഇവർക്ക് അങ്ങ് ക്ഷീണിച്ച് അവശരായിട്ടിരിക്കുന്നതോ സ്ട്രെക്കോലിയ ടീച്ചർ കൊടുത്താൽ ഒരു ഉത്തേജനം കിട്ടും. അവർ സ്പോർട്സ് മെഡിസിനിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്പോർട്സ് മെഡിസിനിൽ സ്ട്രെക്കോലിയ കൊടുത്താൽ അവർക്ക് പവർ കൂടുതൽ കിട്ടുന്നുണ്ട്. അത് തന്നെ ആൽക്കഹോളിക് ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ സ്ട്രെക്കോലിയായിട്ട് റിയാക്ഷൻ ഉണ്ടായി കാണാറുണ്ട്. ടിഞ്ചറാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും നമ്മളുടെ ഇന്നത്തെ സമയം പോയത് നമ്മൾ അറിഞ്ഞില്ല. 10:31. ഇനി ആർക്കെങ്കിലും സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ലല്ലോ. ഈ സമയമില്ലല്ലോ, സമയമില്ല. ഇനിയിപ്പം നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ശൈല ഡോക്ടർക്ക് ഒരു നന്ദി പറയണേ. ഓക്കെ, താങ്ക് യു മറിയാമ്മ ഡോക്ടർ. അപ്പൊ ഇന്ന് എന്തായാലും വ്യത്യസ്തമായ ഒരു വിഷയം, നമുക്ക് വ്യത്യസ്തമായ വിഷയത്തിലാണ് ഇന്ന് ഡോക്ടർ ധന്യ പ്രിൻസ് നമുക്ക് ക്ലാസ് എടുത്തത്. കുറച്ച് നാളായി ആൽക്കഹോളിസത്തിനെ കുറിച്ചൊരു ക്ലാസ് കേട്ടിട്ട്. ഞാനും നമ്മുടെ ഗവൺമെന്റ് സർവീസിലിരിക്കുമ്പം ഇത് ഡി അഡിക്ഷന് വേണ്ടി പ്രത്യേകം ഒരു വിങ് തന്നെ ഉണ്ട്. അവിടെ ഇതുപോലെ ഒത്തിരി കേസുകൾ ചിലപ്പോൾ ഡോക്ടർ ഇല്ലാത്തപ്പോഴൊക്കെ ഡോക്ടർമാര് സ്ഥിരം അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നവരില്ലാത്തപ്പോഴൊക്കെ നോക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഞാൻ ഈ ഒരു പ്രശ്നമാണ് കണ്ടത്. കുറച്ചു നാൾ മരുന്ന് കഴിച്ച് നിർത്തി കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങി വീണ്ടും പ്രശ്നങ്ങളാവുന്ന, അത് അങ്ങനെ അത്ര കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ്. അവർ വീണ്ടും അങ്ങനെ അതിലേക്ക് ചെന്ന് പെടുന്നത് ഒരു പ്രശ്നമാണ്. അപ്പോ എന്ന് പറഞ്ഞാൽ നാട്ടുകാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അവരെ നന്നായി നടക്കാൻ സമ്മതിക്കത്തില്ല. നമ്മൾ മരുന്ന് കൊടുത്ത് കൗൺസിലിംഗ് കൊടുത്ത് നന്നാക്കി കൊണ്ടു നടക്കും. വീണ്ടും അങ്ങനെയുള്ള ഒരു കൂട്ടുകെട്ടിൽ വീണ്ടും ചെന്ന് പെടുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ എങ്കിലും അതിനും മാനേജ് ചെയ്യാമെന്നാണ് ഡോക്ടർ ഇന്നിപ്പോ പറഞ്ഞത്. വളരെ നല്ല എന്താണ് ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഡോക്ടർ ഇന്ന് ക്ലാസ് എടുത്തത്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഡോക്ടർ ഒത്തിരി അറിവുകളാണ് ഡി അഡിക്ഷനെ കുറിച്ച് ഇന്ന് പങ്കുവച്ചത്. അതിന് IFPHന്റെ പേരിൽ ഡോക്ടർ ധന്യ പ്രിൻസിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും സ്റ്റുഡൻസിനും പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ശൈല ഡോക്ടർ. എന്തായാലും ഡോക്ടറുടെ നല്ലൊരു ക്ലാസ് നമുക്ക് ലഭിച്ചു. ഇനി ഇതുപോലെയുള്ള വിഷയങ്ങൾ അറിയാമോ ഡോക്ടർ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നാളെ 23 നമ്മുടെ സ്പെഷ്യൽ പ്രോഗ്രാം ഉള്ള ദിവസമാണ്. നാളെ മോഹൻദാസ് സാറ് IAS പങ്കെടുക്കുന്ന പുസ്തക
ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിപാടിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും പങ്കെടുത്ത് നാളത്തെ പ്രോഗ്രാം ഒരു വിജയമാക്കണമെന്ന് ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യാണ്. നിർത്താം. നന്ദി ശൈല ഡോക്ടർ. എന്തായാലും ഇന്ന് നല്ലൊരു ക്ലാസ് നമുക്ക് ലഭിച്ചു. ഡോക്ടർ ഇനിയും പുതിയ വിഷയവുമായിട്ട് വീണ്ടും ക്ലാസ്സുമായിട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഇതിന് കൂട്ടിച്ചേർത്ത എബ്രഹാം വൈദ്യൻ ഡോക്ടർക്കും ഷഫീഖ് ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ 2060 പ്രതിദിന സൂം വെബിനാർ വളരെയധികം ഭംഗിയോടെ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.